ജനുവരി 30 പുലർച്ചെയാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നും ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് നടന്ന തിരച്ചിലിൽ വീടിന് സമീപത്തെ കിണറിൽ നിന്ന് തന്നെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തു. നല്ല വട്ടമാകും, നല്ല കൊച്ചടി, നല്ല കൊച്ച്. കുട്ടി തനിയെ കിണറ്റിൽ വീണതല്ലെന്നും കൊലപാതകമാണെന്നും പോലീസ് ഉറപ്പിച്ചതോടെ കുട്ടിയുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അമ്മാവൻ എന്നിവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 4 പേരെയും വിശദമായി ചോദ്യം ചെയ്തതിനൊടുവിൽ ശ്രുതിയുടെ സഹോദരൻ ഹരികുമാറാണ് കൊലപാതകി എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരാളെ അറസ്റ്റ് തുടർന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ കുട്ടിയെ പലപ്പോഴും തലമുടി ചീകി ഒതുക്കി കെട്ടി തലോലിക്കുന്നതും ഈ ഹരികുമാർ ചെയ്യാറുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ഒരു അമ്മയാണ്, അവർ കാണുന്നതാണ്. ഹരികുമാർ ഈ കുഞ്ഞിനെ തലോലിക്കുകയും തലമുടികൾ ചീകി ഒതുക്കി കെട്ടി ഒരു അമ്മ ചെയ്യുന്നതിനേക്കാൾ ലാഘവത്തോടെ, അമ്മ ചെയ്യുന്നതിനേക്കാൾ താല്പര്യം ഹരികുമാറിന് ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതും ആളുകളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഉപദ്രവം എന്ന ഭാഗത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഹരികുമാർ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കുട്ടിയോ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതോ കുട്ടിയുടെ അമ്മ പരാതി പറയുന്നതോ മുത്തശ്ശി പരാതി പറയുന്നതോ ഒരു സംഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഹരികുമാറിൻ്റെയും ശ്രുതിയുടെയും മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് സംശയങ്ങൾക്ക് വഴിവെച്ചത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഹരികുമാർ കുറ്റസമ്മതം നടത്തി. ജനുവരി 30 വൈകിട്ട് തന്നെ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ശ്രീതുവിൻ്റെ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ ശ്രീതുവിനും കൊലപാതകത്തിൽ പങ്കുണ്ടായേക്കാമെന്ന സംശയത്തിൽ പോലീസിനെ എത്തിച്ചു. ശ്രീതുവിൻ്റെ അച്ഛൻ്റെ മരണത്തിലെ സംശയം, സാമ്പത്തിക തട്ടിപ്പ് കേസ് മുതലായവയുടെ അടിസ്ഥാനത്തിൽ ശ്രീതുവിനെ വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഹരികുമാറിൻ്റെയും ശ്രീതുവിൻ്റെയും അച്ഛൻ ഉദയകുമാർ 2 ആഴ്ച മുൻപാണ് മരിച്ചത്. ഈ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നാട്ടുകാരിൽ പലരിൽ നിന്നും പണമായും ആഭരണങ്ങളായും ലക്ഷങ്ങളാണ് ശ്രീതു വാങ്ങിയിട്ടുള്ളത്. ചിലർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പലർക്കും ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി നൽകാമെന്നായിരുന്നു ശ്രീതു പറഞ്ഞിരുന്നത്. അച്ഛൻ ഉദയകുമാറിന് അർബുദമാണെന്ന് പറഞ്ഞും കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞും ശ്രീതു പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. കുട്ടിയുടെ കൊലപാതകം ദുർമന്ത്രവാദത്തിൻ്റെയോ ആഭിചാരക്രിയകളുടെ ഭാഗമായോ നടന്നതാണോ എന്നും പോലീസിന് സംശയമുണ്ടായി. അതിൻ്റെ ഭാഗമായി ശ്രീതുവിൻ്റെ ആത്മീയ ഗുരു ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. മനസ്സാക്ഷിയെ ഞെട്ടിച്ച ബാലരാമപുരം കൊലപാതകത്തിന് പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. കുട്ടിയുടെ മരണത്തിലെ എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.